പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തെ ആശീർവദിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നോൻപ് കാലത്ത് മുഴുവനും അനുഷ്ഠിച്ച നോൻപും കൃപാസന ഉടമ്പടി എടുത്ത ആൾക്കാർ ജീവിച്ച ജീവിത രീതികളും സുവിശേഷത്തിൻ്റെ സാക്ഷീകരണങ്ങളായിട്ട് അവരങ്ങയുടെ തിരുവുദ്ധാനത്തെ സാക്ഷ്യം വഹിച്ചതിൻ്റെ ശക്തിയും ഞാനിപ്പോൾ സ്വാംശീകരിച്ചുകൊണ്ട് ജനത്തെ ആശീർവദിക്കാൻ കർത്താവേ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ കർത്താവേ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, അവിടെ പോയാൽ ആര് ഞങ്ങളെ സഹായിക്കും? പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നത് ആര് കല്ലെടുത്ത് മാറ്റിത്തരുമെന്ന്. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ആശങ്കയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ആര് മാറ്റിത്തരും? ആര്? മേരി മാഗ്ഡലിനും മറ്റു മറിയവും കൂസായുടെ ഭാര്യ മറിയവും എല്ലാവരും കൂടി കർത്താവിന് തിരുക്കല്ലിലേക്ക് വെളുപ്പാൻ കാലത്ത് ഓടുമ്പോൾ അവരുടെ ആശങ്ക ഉൾക്കൊണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ആ കല്ല് ആര് എടുത്തു മാറ്റിത്തരും? അവർക്കതിനുള്ള കഴിവില്ല. പക്ഷേ പുരുഷന്മാർ, കഴിവുള്ളവരാരും അവിടെ കൂടെ ഇല്ല താനും. ഇങ്ങനെ സ്വാധീനം ആരുമില്ല, സ്വാധീനമുള്ളവരും ആരുമില്ല. ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ട് ആ തടസ്സം. എൻ്റെ ഭാഷയുടെ തടസ്സം, ഭാഷ അറിയാൻ പാലാത്തതിൻ്റെയും പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും കല്ല് ആര് മാറ്റിത്തരും? എൻ്റെ വേണ്ട സമയത്ത് ഞാൻ ഓർക്കണില്ല. പരീക്ഷക്കാരിൽ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. അത് ആ സമയത്ത് ഓർത്തില്ലല്ല കർത്താവേ. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല കർത്താവേ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ കല്ല് വീണിട്ടുണ്ട്. ആ കല്ല് ആര് മാറ്റിത്തരും? അങ്ങനെ നിൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരും എന്ന് ഓർത്ത് നീ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ, നിൻ്റെ കല്ല് കർത്താവ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ കല്ലുകൾ എടുത്ത് മാറ്റാൻ തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ബൈ ചാൻസ് ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഫലമായിട്ട് നടക്കുന്നതാണ്. നീ എൻ്റെ ആശങ്കകളുടെ കല്ലുകൾ അപ്പം തന്നെ അപ്രത്യക്ഷമാവുകയാണ് കർത്താവേ. അതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. ഞങ്ങളുടെ കർത്താവ് ഉയർത്തുന്നേറ്റ ഈ കാലത്ത് കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ, കർത്താവിൻ്റെ നാമത്തിൽ പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു.